ചില ആൾക്കാർക്കൊക്കെ ഇൻസെക്ട്സിന് പേടിയായിരിക്കും. പല്ലി, പാറ്റ, എട്ടുകാലി. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെ നിൽക്കാൻ വളരെ പേടിയായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ചില ആൾക്കാർക്ക് ബ്ലഡ് കാണാൻ പറ്റില്ല, സൂചി കണ്ട പേടി, തലചുറ്റൽ, അങ്ങനത്തെ പരിപാടി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചിട്ട് തന്നെയാണ്. സ്പെസിഫിക് ഫോബിയ എന്നാണ് എന്നെ വിളിക്കുക. ആ ഒരു ഫസ്റ്റ് വാക്ക് സ്പെസിഫിക് എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ ആൾക്ക് ഓരോ ടൈപ്പ് ഓഫ് ഫോബിയാസ് ആയിരിക്കും. എല്ലാവർക്കും ഒരേ സാധനത്തിനടുത്ത് തന്നെ ആയിരിക്കില്ല പേടി. അപ്പോൾ ഇതിൻ്റെ കോസൽ ഫാക്ടർ എന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ 3 മെയിൻ കാര്യങ്ങൾ പറയാം. ഒന്നാമത്തത് ജെനറ്റിക്സ് ഒരു ഗ്രേറ്റ് റോളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കുട്ടി ഇപ്പോൾ അമ്മയ്ക്ക് ക്ലോസ്ട്രോഫോബിക്, അതാണിപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയാസിലൊക്കെ നിൽക്കാൻ പേടിയുള്ളൊരു അമ്മയാണെങ്കിൽ ആ അമ്മേനെ കണ്ടാണ് ഈ കുട്ടി വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയും ഗ്രാജ്വലി അത് തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് എക്സ്പീരിയൻസസ്. ഇപ്പോൾ ഒരു കുട്ടി ഈ ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് അതുപോലെ തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് മൂലം ഈ കുട്ടിക്ക് അങ്ങനത്തെ ഒരു കൺഫൈൻഡ് സ്പേസ് എവിടെ കണ്ടാലും അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നാലും ആ കുട്ടിയുടെ ആൻസൈറ്റി ലെവൽ ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് മെഡിക്കേഷൻസ് ഓഫ് കോഴ്സ് ഉണ്ട്. തെറാപ്പീസിൽ പറയുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതാണ് ചെയ്യുക. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന സംഭവം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ആൻസൈറ്റി അല്ലെങ്കിൽ ഫോബിയ അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ PTSD ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുക. ഇത് മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേടിയുള്ള ആൾക്കാരെ അവർക്ക് ഒരു ആൻസൈറ്റി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പേർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് മുന്നേ ഇവർക്ക് നമ്മൾ റിലാക്സേഷൻ ടെക്നീക്സ് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും എങ്ങനെയാണ് നിങ്ങളെ തന്നെ കം ഡൗൺ ചെയ്യേണ്ടത് എന്നുള്ള ടെക്നീക്സ് നമ്മൾ ഇവരെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇവർക്ക് ആൻസൈറ്റി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എക്സ്പോസ് ചെയ്യിപ്പിക്കുകയാണ്. അതാണ് ഈ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന സംഭവം സിമ്പിളായിട്ട് പറഞ്ഞത്.